മുണ്ടെടുക്കാൻ അറിയാതെ മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ പി കെ രാമദാസിന്റെ മകൻ ജതിൻ രാമദാസ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുമെന്ന് തോന്നുന്നു. റോബിൻ രാധാകൃഷ്ണനും ഞങ്ങളൊക്കെ സുഹൃത്തുക്കളായിരുന്നു. അതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അത് ആൾ പൈസ ഞങ്ങളുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആൾ അതിൻ്റെ തിരിച്ചു തരുന്നില്ല. ഒരു വലിയ എമൗണ്ട് എൻ്റെ ഒരു 8 ലക്ഷം രൂപയുണ്ട്. അതുപോലെ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നുണ്ട്, അതിൽ ഉൾപ്പെടെ ഒത്തിരി സുഹൃത്തുക്കളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് തിരിച്ചു തരുന്നതിൻ്റെ ഒരു നെറേറ്റീവ് ഞങ്ങൾക്ക് ഇങ്ങനെ നീട്ടി കൊണ്ടുപോയിരുന്നു. ഇത് രാഷ്ട്രീയത്തിലോട്ട് എൻ്റർ ചെയ്തപ്പോൾ തൊട്ട് ആളൊരു ഭീഷണിയുടെ സ്വരത്തിലാണ് വാങ്ങിച്ചെടുക്കാമെങ്കിൽ വാങ്ങിച്ചോ, നിങ്ങൾ ഹണി ട്രാപ്പ് പോലുള്ള ഇതിൽ പെടുത്താൻ നോക്കുകയാണെന്നൊക്കെ ഒരു വ്യത്യസ്തമായൊരു നെറേറ്റീവ് പറയാൻ തുടങ്ങി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അത് പബ്ലിക്കലി വന്ന് പറയേണ്ട ഒരു അവസ്ഥയിലോട്ട് ഞങ്ങളെയും കൂടെ കൊണ്ടെത്തിച്ചു. അതായത് അനന്ത് സുൽജിത്ത് എന്ന് പറഞ്ഞൊരു ആളെടുത്ത് പോയിട്ട് സൈബർ കൊട്ടേഷൻ പോലെ നമ്മുടെ എക്സ്പോസ് ചെയ്യാനുള്ള എന്തോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ ചെന്നു. ബട്ട് അത് ബാക്ക് ഫെയർ ചെയ്തു. അന്വേഷണത്തിൽ റോബിൻ തന്നെയാണ് പൈസയുടെ ഇടപാട് നടത്തി തരാനുള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയപ്പോഴത്തേക്കും അത് ബാക്ക് ഫെയർ ചെയ്തു. പിന്നെ ആൾക്ക് ഇമേജാണ് ഏറ്റവും പ്രധാനം, പബ്ലിക്കിലുള്ള ഇമേജാണ്. ആളുടെ ഫാൻസിൻ്റെ അടുത്തും അങ്ങനെയുള്ള ജനറൽ പബ്ലിക്കിലും പിടിച്ച് നിൽക്കാനായിട്ട് ഒരു പ്രസ് മീറ്റ് നടത്തിയിരുന്നു. അത് ഏറ്റവും കൂടുതൽ പ്രസ് മീറ്റ് നടത്തണം എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമായിരുന്നു. കാരണം അതിനകത്ത് സ്ലിപ്പ് ഓഫ് ടൈമിൽ പുള്ളി പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട്, എല്ലാത്തിനും തെളിവുകളുണ്ട്. നിയമപരമായിട്ട് നീങ്ങാനൊക്കെ പറയുന്നുണ്ട്. നിയമപരമായിട്ട് ആദ്യമേ നീങ്ങിയത് ഒരാളാണ് ഞാൻ. പിന്നെ ഞങ്ങളിവിടെ ഇല്ലാത്ത സമയത്ത്, അതായത് ഫ്യൂണറലിലൊക്കെ പോയ സമയത്തൊക്കെ പോയി കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് വന്നിട്ടില്ല എന്ന് പറയാം. അപ്പം വിളിച്ചിട്ട് റോബിനും വരാത്ത അവസ്ഥകളുണ്ട്. ഞങ്ങൾ വന്ന് ജനറൽ പബ്ലിക്കിലോട്ട് പറയേണ്ട ആവശ്യം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ പിടിച്ച് വലിച്ചതെല്ലാം ഇപ്പോൾ പുറത്തോട്ട് വരുന്നതിന് ശേഷം പ്രസ് മീറ്റ് നടത്തി ആൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു, ഞങ്ങൾ കേട്ടു. ആ നറേറ്റീവിനുള്ള മറുപടിയാണ് ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത്. തെളിവ് ഉൾപ്പെടെ അത് പുറത്തുവിടുകയാണ്.